വാ. Thank you. Guys, welcome back to my channel. ഇന്ന് ഞങ്ങളുടെ മെക്സിക്കോയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഇന്നലെ നമ്മൾ ആദ്യത്തെ ദിവസമായിരുന്നു. നമ്മൾ അധികം എവിടെയും കറങ്ങാനൊന്നും പോയില്ല. ഇന്ന് നമ്മൾ കുറച്ച് എക്സ്കർഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഗൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. കുറച്ച് കാര്യങ്ങൾ കഥകളി. അപ്പോൾ നമ്മൾ ഒരു 10:30 നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് അവിടെ ഒന്ന് ലോബിയിലൊക്കെ ചെന്ന് അവരോടൊക്കെ ഒന്ന് ചോദിക്കണം. ഇവിടെ വലിയ റിസോർട്ടാണ്. ഇന്നലെ നമ്മൾ നടന്ന് പോയപ്പോൾ കുറെ സംഭവങ്ങൾ കണ്ടു. പിന്നെ കുറച്ച് എക്സ്കർഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് പാക്കേജുകൾ, നമുക്കത് വരുന്നതിന് മുന്നേ ബുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു അത് നമ്മളിവിടെ വന്നാൽ നന്നായി ബാർഗെയിൻ ചെയ്യാം. പിന്നെ അവിടത്തേനൊക്കെ നല്ല 50% ഒക്കെ ഓഫറിലാണ് ഇവിടെ അവർ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇന്നലെ തന്നെ 1-2 പേര് നമ്മളോട് ചോദിച്ചായിരുന്നു. പക്ഷെ നമ്മള് വന്ന ഉടനെ തന്നെ ചാടി കയറി എടുക്കണ്ടെന്ന് വെച്ചിട്ടാ നമ്മള് ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് എല്ലാവരോടും സംസാരിച്ച് ഏതാ നല്ലതെന്ന് വെച്ചാൽ നമ്മളത് ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? ഇവിടെ നമുക്ക് ഇങ്ങനത്തെ സർവീസുകളൊക്കെ ഉണ്ട്. മറ്റേ ടിക് ടിക് സർവീസ് ഇവിടുന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് റൂമുകളിലേക്കൊക്കെ കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഉണ്ട്. ചെറിയ ഷെഡ് പോലൊക്കെ സൈഡില് ഉണ്ടാക്കിയിട്ടുണ്ട്. വെയിറ്റിംഗ് ഷെഡ്. അവിടെ പോയി നിന്നാൽ മതി. എല്ലാവരും 10 മിനിറ്റിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളിപ്പോൾ നടക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. പ്രോപ്പർട്ടി ഒന്നും കാണാമല്ലോ. അതല്ല. അങ്ങനെ ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള ഇന്നലെ ലഞ്ച് കഴിച്ച അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ, ഞങ്ങൾക്ക് കുറച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള ദൂരമുള്ളൂ. പക്ഷെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കൂടാതെ കോഫി, ജ്യൂസ്, അങ്ങനത്തെ ഉള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഡെസേർട്ട്സും ഉണ്ടായിരുന്നു. നമുക്ക് രാവിലെ തന്നെ ഡെസേർട്ടൊന്നും കഴിക്കാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. കുറച്ച് നേരം റിസോർട്ടിലൊക്കെ ചുറ്റിക്കറങ്ങി നടന്നപ്പോൾ അവിടെ ഇതേപോലെയുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തരും കേട്ടോ. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പെയ്ഡാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട് ഓരോ ഫോട്ടോസിനും. നമ്മളധികം സമയം ഇതിനു വേണ്ടി ചിലവഴിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഞങ്ങൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് കുറച്ച് പരിപാടി. ബീച്ചിൻ്റെ സൈഡിലും ഇതേപോലെയുള്ള മിനി ബാർ കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. വൈകുന്നേരം ഒരു 7 മണി വരെ ഇതിവിടെ അവൈലബിൾ ആയിരിക്കും. 7 മണിയാകുമ്പോൾ നമ്മുടെ ബീച്ചും പൂളും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യും കേട്ടോ. നമുക്ക് ഏത് മെമ്പർഷിപ്പ് ആണെങ്കിലും ഇതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ബാക്കിൽ കാണുന്ന റിസോർട്ടിൽ ഡിന്നർ ബുക്ക് ചെയ്യാൻ വന്നതാണ്. പിന്നെ ഒരു അടിപൊളി റൊമാൻറ്റിക് ഡിന്നർ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ചിൽ ഔട്ട് ബാറാണ് അത് ആക്ച്വലി. പിന്നെ ഈ റിസോർട്ടിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ഫുഡ് കൗണ്ടറുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു ടാക്കോസ് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ടാക്കോസ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ടോപ്പിങ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ടാക്കോസ് ഉണ്ടാക്കാം. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. കുറച്ച് സ്പൈസി ആയിരുന്നു, എന്നാലും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ പൂളുണ്ട്. അവിടെ പൂൾ പാർട്ടീസൊക്കെ നടക്കുന്നുണ്ടാവും. നമുക്കതിൻ്റെ സൈഡിൽ കുറച്ച് ബെഞ്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. നല്ല ചൂടുണ്ട്. നമ്മൾ കുറച്ചൊന്ന് വെയിലൊക്കെ കൊണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഒരു പിനക്കളാട പറഞ്ഞിട്ടുണ്ട്. പിന്നെ സച്ചു ഒരു മൊയ്റ്റോ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മറ്റേ റക്കൂൺ വരുന്നുണ്ട്. ഇപ്പോൾ
പേടിച്ച് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എന്തെങ്കിലും ചെയ്യുമോന്ന് അറിഞ്ഞൂടാ. സച്ച് ബർഗർ പറയാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് വൈബാട്ടുണ്ട്. ഇവിടെ സ്റ്റോർസ് ഒക്കെ ഉണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ ചൂടെടുത്തിട്ട് മുഖമൊക്കെ ചുമന്നു ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര ചൂട്. ഇതിൻ്റെ നാട്ടിലുള്ള ബാഗാണ്. അടിപൊളിയല്ലേ? ഞങ്ങളിവിടെ ടേബിളോടെയൊക്കെ കുടിച്ച് ചില്ല് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്കർഷൻസ് ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി പോകാനാണ് വിചാരിക്കുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഗൈസ്. ഇവിടെ പൂൾ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ. പിന്നെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും. ബർഗറുമായിട്ട് ഒരാൾ വരുന്നുണ്ട്. ബർഗർ മാത്രമേ ഉള്ളൂ? ബർഗറും പിന്നെ എന്നിട്ട് മൊയ്റ്റോ അല്ലേ? ഇത് മാർഗരീറ്റ. ഓ മാർഗരീറ്റ. ഞാനൊരു പിന്നക്കളാടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നൈസ് വൈബ് അല്ലേ ബേബി? ചൂട് സഹിക്കാൻ പറ്റുള്ള മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും കുഴപ്പമില്ല. കണ്ടോ ഇവരിങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ടാവും. വേറൊരു പ്രശ്നം. നേരത്തെ ഇവിടെ വന്ന് എൻ്റെ കൂടെ ഇരിക്കാൻ നോക്കി ബേബി പറഞ്ഞ ഗ്യാപ്പിൽ. ലൈറ്റായിട്ടൊരു സ്നാക്കൊക്കെ കഴിച്ച ശേഷം പിന്നെ നമ്മൾ എക്സ്കർഷൻസ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയി. അവിടുന്ന് നമ്മൾ നാളേക്ക് ഒരു എക്സ്കർഷനും ബുക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നു. ഫുഡാണ് ഇവിടുത്തെ മെയിൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ. ഡെസേർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ വലിയൊരു മധുരപ്രിയയല്ല. ഡെസേർട്ട്സ് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് കഴിക്കാൻ തോന്നുമായിരുന്നു. പിന്നെ കുട്ടികൾക്ക് പറ്റിയ ഇതേപോലെയുള്ള പിസ്സകളൊക്കെ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ചിക്കൻ ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് എടുത്തത്. ബേബി എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്തത്? ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്തോ? ഞങ്ങൾ ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇപ്പോൾ ബുക്ക് ചെയ്തുള്ളൂ കേട്ടോ. നാളത്തേക്കുള്ള ഒരു ആക്ടിവിറ്റി. നമ്മൾ ഇപ്പോൾ ഇസ്ലാം ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് കാണാൻ പോകാൻ. അതിലേക്കൊരു ബോട്ട് യാത്ര. പിന്നെ അവിടെ അതൊരു ഐലൻഡാണ്. അപ്പോൾ അവിടെ കറങ്ങി നടക്കാം. പിന്നെ അവിടെ ഒരു ഡിന്നറല്ല ലഞ്ച്. പിന്നെ ബോട്ട് ഫുള്ള് ഇങ്ങനെ ബാർ ഒക്കിപ്പേഡാണ്. അങ്ങനെ അടിപൊളി സെറ്റപ്പാണ്. നമ്മളത് ബുക്ക് ചെയ്തു. ഞങ്ങൾ സൺവിങ് വഴി തന്നെയാണ് ബുക്ക് ചെയ്തത്. കാരണം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ വേറെയും ഇങ്ങനെ ട്രാവൽ ഏജൻസികളൊക്കെ ഉണ്ട് ഇവിടെ. അവരോടൊക്കെ ചോദിച്ചു. എന്നിട്ട് നമുക്ക് വിലയൊക്കെ പേശാം. പക്ഷെ നമ്മൾ എങ്ങനെ പേശിയാലും ചില ക്യാച്ചുകളുണ്ട്. ചിലവർ വേറെ എന്തെങ്കിലും പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തരും. പക്ഷെ അത് നമ്മുടെ ഒരു 3-4 മണിക്കൂറോ അവരുടെ പ്രൊമോഷൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് അവർ നമുക്ക് ക്ലാസ് എടുക്കും. അപ്പോൾ അത് നമ്മുടെ വെക്കേഷനിൽ നിന്ന് പോകും. അപ്പോൾ അതിനെ ഇത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവരെന്തെങ്കിലും ഓഫറൊക്കെ തരും. പക്ഷെ 4 മണിക്കൂർ നമ്മുടെ പോകും. അപ്പോൾ പൈസ ലാഭിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ടൂർ ഓപ്പറേറ്റേഴ്സ് തന്നെ ഉണ്ട്. അവരുടെ നിന്ന് നേരിട്ട് എടുക്കാം. ഞങ്ങൾ കുറേ സംസാരിച്ചപ്പോൾ സൺവിങ്ങിൻ്റെ തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. പിന്നെ പ്രൈവറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് അല്ലെങ്കിൽ ഊബർ വിളിക്കുകയോ അല്ലെങ്കിൽ ടാക്സി വിളിക്കുകയോ ചെയ്തിട്ട് ഇതേപോലെ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അതൊക്കെ കുറച്ചും കൂടി റിസ്ക് ആണ്. കാരണം മെക്സിക്കോ ആയത് കാരണം കുറച്ച് റിസ്ക് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ഓഫർ ചെയ്യണവരൊക്കെ ചീപ്പസ്റ്റ് റേറ്റ് ഒക്കെ ഓഫർ ചെയ്യും. പക്ഷെ എല്ലാത്തിലും ചെന്ന് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പമാവില്ല. എത്ര പേരുണ്ടാവും, എത്ര ക്വാളിറ്റി ഉണ്ടാവും അവരുടെ സർവീസിനൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. പിന്നെ ഒരു കാര്യമുള്ളത് സൺവിങ്ങിൻ്റെ വഴിയാകുമ്പോൾ അവർ വഴി ഇൻഷുവേർഡ് ആണ്. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും പറ്റിയാലും ഫുള്ള് സൺവിങ് വഴി ആയതുകൊണ്ട് അത് ഇവർ തന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കും. മറ്റേതാകുമ്പോൾ നമുക്ക് ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അവർ നമ്മൾ ഒരു ടൈമേ കാണുന്നുള്ളൂ. ഇത് സൺവിങ് നമ്മുടെ തുടക്കം തൊട്ടേ ഉള്ള ടൂർ ഓപ്പറേറ്റർ ആയതുകൊണ്ട് അവർ വഴി ഇത് ഇൻഷുവേർഡ് ആണ്. അപ്പോൾ നാളെ നമ്മൾ അതിനാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് പറഞ്ഞ പോലെ നമുക്ക് ആദ്യമായിട്ടാണല്ലോ ഒരു പരിപാടി എടുക്കുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരെണ്ണം കൂടി ഞങ്ങൾ അവർ ത്രൂ തന്നെ പോകും. ഇപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഫാനൊക്കെ അടിച്ച് അകപ്പാട് ഇരുണ്ട് പോയി തോന്നുന്നുണ്ട്. ഇരുണ്ട് പോയി. നല്ല ചൂടാണ്. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഇത്രയും ചൂട് ആദ്യമായിട്ട് മെക്സിക്കോയിൽ മാത്രം തോന്നുന്നു കണ്ടേ. പക്ഷേ നൈസ് എക്സ്പീരിയൻസ്. നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ. പറയാതിരിക്കാൻ
ഇനി ഇന്നത്തെ പ്രോഗ്രാം ഇപ്പൊ ഞങ്ങൾ പോയി പൂളിൽ ചാടാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഡിന്നർ ഉണ്ട് അവിടെ ഒരു പ്രൈവറ്റ് റിസോർട്ടിൽ നമുക്ക് റിസർവ് ചെയ്താൽ മതി. അത് നമ്മൾ അവിടെ പോയി ബുക്ക് ചെയ്തതാ ഡിന്നറിനാണ്. എങ്ങോട്ടാണ് ചക്കടു നടക്കണേ? ലക്ഷ്യമില്ലാത്ത യാത്രയാണ്. പക്ഷെ നടക്കാനല്ല. ഇപ്പൊ ഒരു 5 മണിയായി ഗൈസ്. 5 മണിയായി. ചായ കുടിക്കാൻ വെയിലൊക്കെ ആറി ഒരുവിധം സെറ്റപ്പായി. ഇതൊക്കെ ഉണ്ട് നല്ല റിസോർട്ടിന് അകത്താണ് കേട്ടോ ഇതൊക്കെ. ഹായ് ഗൈസ്, നമ്മള് ഇനി ചായ കുടിക്കാൻ പോവാണ്. എല്ലായിടത്തും എല്ലാം അവൈലബിൾ ആണ്. ഏതോ സ്ഥലം സെലക്ട് ചെയ്താൽ അങ്ങനെ ഒരു ഫുൾ ഡേ കറക്കത്തിനൊക്കെ ശേഷം ഞങ്ങൾ നേരെ പൂളിലേക്ക് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു സ്വിം സ്യൂട്ടാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ടു പൂളാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പൂൾ ആക്സസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെയും തൊട്ടടുത്ത് തന്നെ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന ചെറിയ കൗണ്ടറുകളൊക്കെ അവൈലബിൾ ആണ്. ഗൈസ്, നമ്മൾ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ബീച്ചൊക്കെ ഒന്ന് കാണാമല്ലോ. സെറ്റ് ആവാനുണ്ടെന്ന് തോന്നുന്നു. നല്ല വൈബ് ആംബിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി റിസോർട്ടാണ്. റെസ്റ്റോറൻറ്റിൽ ചെക്ക് ഇൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ റിസോർട്ടിൻ്റെ ഒരു കംപ്ലീറ്റ് മാപ്പ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് റെസ്റ്റോറൻറ്റുകളായാലും പൂളായാലും ബീച്ചായാലും എല്ലാം ലൊക്കേറ്റ് ചെയ്യാം. അപ്പം അതുകൊണ്ട് ആ മാപ്പ് നോക്കിയിട്ടൊന്ന് ഇറങ്ങുന്നതാണ് എപ്പോഴും നന്നായിരിക്കുക. ഈവനിങ്ങിൽ ബീച്ചൊക്കെ അടുത്തുള്ള കാരണം വേറൊരു വൈബാണ് കേട്ടോ. നമുക്ക് സൺസെറ്റ് കാര്യങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് തന്നെയാണ് ഗ്രാൻഡ് സൺസെറ്റ് പ്രിൻസസ് എന്നുള്ള പേര്. ഗൈസ്, ഇവിടെ ഇതേപോലെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ ഉപദ്രവിക്കുന്നത് ഓടണ്ടേ വരും കേട്ടോ. പിന്നെ ഇവിടെ ഇതുപോലെ ഷോപ്പുകളുണ്ട്. എന്താണെങ്കിലും വാങ്ങിക്കാം നമുക്ക്. ഇതിനെന്താ പറയണ പേര്? വിഭാഗത്തിൽ പെട്ടെന്തോ സാധനമാണ്. കാണാം നമ്മുടെ ബീച്ചിലേക്കുള്ള പാതയാണെങ്കിൽ. ഈവനിങ്ങിൽ ബീച്ചിൽ പോയിരിക്കാൻ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഇത് റിസോർട്ടിൻ്റെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ചാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആളുകളൊന്നുമില്ല. റിസോർട്ടിൽ താമസിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അതുകൂടാണ്ട് ഇവിടെ കുറേ ഗെയിംസൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെയുള്ള ചെറിയ സിറ്റിംഗ് ഏരിയാസും അതേപോലെ മിനി ബാർ കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈവനിങ് ചില്ല് ചെയ്യാൻ പറ്റിയൊരു നൈസ് ആംബിയൻസ് ഉള്ളൊരു ബീച്ച് തന്നെയായിരുന്നു കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലെ പോലെ തീരത്തൊന്നും അധികം ആഴമുള്ളൊരു ബീച്ചല്ലായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ കുട്ടികളെയും കൊണ്ടൊക്കെ ബീച്ചിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഇറങ്ങിയില്ല, നമ്മൾ അടുത്ത ദിവസം ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ജസ്റ്റ് ഇന്ന് ഈവനിങ് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നിട്ട് തിരിച്ച് റൂമിലേക്ക് പോയി. എന്താ ഗൈസ്, ഇങ്ങനെയുള്ള ഒരുപാട് ജീവികൾ നമുക്കിവിടെ കാണാം. പുള്ളിമാനൊക്കെ സിമ്പിളായിട്ട് പുല്ല് തിന്നോണ്ടി. ഗൈസ്, നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. 8 മണിക്കാണ്. അപ്പോൾ നമ്മൾ രാത്രി അങ്ങോട്ട് പോകാൻ പോകണം. ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അടിപൊളിയായിരിക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഈ കാണുന്നതായിരുന്നു നമ്മളുടെ റിസോർട്ടിൻ്റെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന ഏരിയയാണ് പ്ലാറ്റിനം ഏരിയ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി കോസ്റ്റുള്ള റൂംസ് ആയിരിക്കും ഉണ്ടാവുക. യെസ് ഗൈസ്, നമ്മുടെ റെസ്റ്റോറൻറ്റ് എത്തി. കിടിലൻ ആംബിയൻസ് ഒന്നും കണ്ടിട്ട് നല്ല കാറ്റുണ്ടെന്നാളോ മാത്രമേ പ്രശ്നം. കടലും കാറ്റും. Yeah.
ഓർഡർ ചെയ്തു ബേബി. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നേക്കാണ്. ഇത്രയും വലിയ കടലിന്റെ തൊട്ടടുത്ത് കൂടി കിട്ടിയിരിക്കുന്നത് വൻ കാറ്റാണ് കൈസ്. നമ്മൾ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായത് കൊണ്ടും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കഴിച്ച് മടുത്തത് കൊണ്ടും നമ്മൾ സാധാരണ ഡിന്നർ ഇവിടെ ഇരുന്നിട്ട് കണ്ടോ. എന്താ കഴിക്കണേ? എന്റെ ഒരു ഔഷധം. Thank you guys. Enjoy. Thank you. സൂപ്പ് എങ്ങനെയുണ്ട് നോട്ടെ? Ready. You say 1, 2, 3. Thank you. ഞങ്ങൾ രണ്ടുപേരും സ്റ്റേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ബീഫ് സ്റ്റേക്ക് വിത്ത് സം ഗ്രിൽഡ് വെജിറ്റബിൾസും പിന്നെ സച്ചൊരു ലാം സ്റ്റേക്ക് വിത്ത് ഫ്രൈസുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലെഫ്റ്റിലേക്ക് നോക്കിയപ്പോൾ അവിടെ നല്ല ഫയർ വർക്ക്സ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണ് സംഭവം എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം അതിരുന്ന് എൻജോയ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഒരു കിടിലൻ ദിവസം. ഇനി അടുത്ത ഡേ നമ്മൾ മെക്സിക്കോയിലെ എക്സ്കർഷൻസിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.